ഹായ്, നമസ്കാരം. എന്താണ് വിദ്യ? വിദ്യ എന്ന വാക്കിന് അത് പൂർവികർ നൽകിയ നാമമായതിനാൽ ആ നാമത്തിന് ആ വാക്കും ആ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവും. അല്ലാതെ വെറുതെ ഒരു നാമം പൂർവികർ ഇടില്ല. വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന തരത്തിലൊന്നും അവർ ചെയ്യില്ല. വിദ്യ എന്തായിരിക്കണം? വിദ്യ എന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടായിരിക്കണം. വിദ്യ എന്ന് പറഞ്ഞാൽ തനിക്ക് അർഹതപ്പെട്ട അഗ്നി അല്ലെങ്കിൽ അറിവ് എന്നാണ്. അപ്പോൾ തനിക്ക് അർഹതപ്പെട്ടു. അപ്പോൾ വിദ്യ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലായിരിക്കും അർഹതപ്പെടുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് അർഹതപ്പെട്ടതായിരിക്കില്ല വേറെ ആൾക്കാർക്ക് അർഹതപ്പെടുക. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലായിരിക്കും ഒരാളുടെ അർഹത. കാരണം നമുക്ക് മനുഷ്യൻ 3 ഗുണങ്ങൾ ഉണ്ട്. ഒന്ന് സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കണം അവനവൻ നേടുന്ന അവനവൻ്റെ വിദ്യ. അത് ഉള്ളിൽ തന്നെ തൻ്റെ ഉള്ളിൽ തന്നെ ഒരു നിറച്ച് വെച്ചിരിക്കുക. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്താൻ എന്താണ് വഴി? കണ്ടെത്താനാണ് വേദങ്ങൾ അഭ്യസിക്കേണ്ടത്. വിദ്യ എന്ന് പറഞ്ഞാൽ തനിക്ക് അർഹതപ്പെട്ട അറിവ്. വി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആചാര്യൻ, അഗ്നി, ജഠരാഗ്നി, ഇങ്ങനെയൊക്കെയാണ് വി എന്ന ശബ്ദത്തിന് അർത്ഥം. ദ്യ എന്ന് പറഞ്ഞാൽ തനിക്ക് അർഹതപ്പെട്ടത്. തനിക്ക് അർഹതപ്പെട്ട അഗ്നി എങ്ങനെയാണ്? ആ അഗ്നിയിൽ വേണം നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്യാൻ. അഗ്നിയിലല്ലേ ഓരോ തരത്തിലുള്ള ഭക്ഷണത്തിനും ഓരോ തരത്തിലുള്ള പാകമാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നോൺ വെജാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ബിരിയാണി, മലയാളികൾക്കൊക്കെ ബിരിയാണിയൊക്കെ വലിയൊരു കാര്യമുള്ള, വലിയ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. പക്ഷെ അത് സ്ഥിരമായി കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കഴിച്ചാൽ അത് മടുപ്പ് തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ആളുകളുടെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള രുചിയും കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ ആ ഗുണത്തിന്, ഇപ്പോൾ നോൺ വെജ് ആണെങ്കിൽ ആ ഗുണത്തിന് കണക്കായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നോൺ വെജ് ഏത് ഗുണത്തിൽപ്പെട്ടതാണ് എന്ന തരത്തിലുള്ളതാണെങ്കിൽ ആ തരത്തിലുള്ള ഗുണമാണ് മനുഷ്യനിൽ ഉണ്ടാവുക. അത് മോശമാണോ നല്ലതാണോ എന്നൊന്നും അവിടെ വേർതിരിവില്ല. ഏത് ഗുണത്തിലാണോ അവനവൻ്റെ സ്ഥിരത ഉള്ളത് ആ ഗുണത്തിൽ തന്നെ നമ്മളത് വളർത്തിയെടുക്കേണ്ടി വരും. വളർത്തിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് അവിടെ നിന്ന്, ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏത് പാത്രത്തിലാണോ ഈശ്വരൻ അല്ലെങ്കിൽ മറ്റുള്ള ആര് വിശ്വസിക്കുന്ന ദേവത അല്ലെങ്കിൽ ദൈവം, ആ ദൈവം ഏത് തരത്തിലുള്ള കുടത്തിലാണോ ആ ഗുണങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്നത് ആ പാത്രം അവിടെ നിന്ന് കേടാവുകയും ആ ഗുണങ്ങൾ നശിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഗുണങ്ങൾ വർദ്ധിക്കാൻ എന്ത് വേണം? നമ്മളിലെ അഗ്നി നമ്മൾ പ്രജ്വലിപ്പിക്കണം. ഈ അഗ്നി പ്രജ്വലിപ്പിക്കാനാണ് വേദങ്ങൾ പഠിക്കാൻ പറയുന്നത്. വേദങ്ങൾ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒന്നുമല്ല. അത് പിന്നെ മഹാഭാരത യുദ്ധകാലത്തിന് ശേഷം അത് അങ്ങനെ ആയിപ്പെട്ടു. കുറച്ചാളുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുത്തു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. വേദങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ജാതിക്കോ മതത്തിനോ യാതൊരു സ്ഥാനവുമില്ല. ഈ വേദങ്ങൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്വതസിദ്ധമായ ആ അഗ്നി അറിവ് പ്രജ്വലിപ്പിച്ച് ആ അറിവിൽ നിന്ന് ലോകനന്മയ്ക്കായി, ജനനന്മയ്ക്കായി വേണ്ടിയുള്ള കാര്യങ്ങൾ വാർത്തെടുക്കേണ്ടത്. എല്ലാവർക്കും നമസ്തേ.